കുഞ്ഞുങ്ങളെ നോക്കിയോ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ പറഞ്ഞേ. Amit takes Amit takes 12 days less than the days taken by Bijoy to complete a certain work if both of if both working together takes 8 days 8 days to complete the work. Find the number of days taken by Bijoy to complete work working alone. അപ്പൊ നമുക്കറിയാം അമിത് 12 ദിവസം കുറവേ എടുക്കത്തുള്ളൂ ആരെക്കാട്ടിലും ബിജോയെക്കാട്ടിലും ഒരു സെയിം പീസ് ഓഫ് വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം ബിജോ വർക്ക് ചെയ്യുന്ന എത്ര ഡേയ്സാണ് എത്ര ഇതാന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു, നമ്മൾ അതായത് ഒരു വർക്ക് ചെയ്യാൻ, അതായത് ബിജോയ് തന്നെ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി എക്സ് ഡേയ്സ് എടുക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ സെയിം വർക്ക് ചെയ്യാൻ വേണ്ടി ബിജോ അമിത് എത്ര എടുക്കത്തുള്ളൂ? x-12 ഡേയ്സ് എടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു ദിവസം രണ്ടുപേരും ചെയ്യുന്ന വർക്ക് എത്ര ആയിരിക്കും? അല്ലല്ല, ഒരു ദിവസം, അതായത് ബിജോയ് എത്ര ഒരു വർക്ക് ചെയ്യാൻ 12 ദിവസം എടുക്കുമെങ്കിൽ, അല്ല ഒരു എക്സ് ഡേയ്സ് എടുക്കുമെങ്കിൽ, പോട്ടെ ഒരു ഉദാഹരണം പറയാം. ഒരാൾ ഒരു വർക്ക് ചെയ്യാൻ 10 ദിവസം എടുക്കും. അപ്പൊ ഒരു ദിവസം അയാൾ എത്ര വർക്ക് ചെയ്യും? ആ വർക്കിന്റെ 1/10 ഭാഗമേ ചെയ്യത്തുള്ളൂ. ശരിയല്ലേ? ആണോ? ആണ്. ശ്രദ്ധിച്ചോണം. ഒരാൾ ഒരു വർക്ക് ചെയ്യാൻ 20 ദിവസം എടുക്കുമെങ്കിൽ ഒരു ദിവസം അയാൾ എത്ര ചെയ്യും? ആ 20-ൽ ഒരു പാർട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ. ശരിയല്ലേ? അപ്പൊ എക്സ് ഡേയ്സ് എടുക്കുമെങ്കിൽ അയാൾ എത്ര എടുക്കത്തുള്ളൂ? അതായത് x/1 ആണോ 1/x ആണോ? 1/x ഡേയ്സ് ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നോക്കിക്കോളൂ, ഇങ്ങനെ എഴുതാം. ലെറ്റ് ബിജോയ് takes x days എന്താ to complete a work alone. ആണോ? ആണ്. therefore എന്താണ് Amit takes എന്താ x-12 days എന്താണ് to complete same work working alone. അല്ലേ? working alone ആണല്ലോ. അങ്ങനെയാണെങ്കിൽ work done in one day, work done by Bijoy in one day എത്രയാ? one day എത്ര? ഒരു ഡേയിൽ എത്ര വർക്ക് ചെയ്യും? 1/x വർക്ക് ചെയ്യും. അല്ലേ? അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ബൈ ബിജോയ്, അല്ല സോറി, അമിത് എത്രയായിരിക്കും? ഈസ് എന്താ അമിത് ഇൻ വൺ ഡേ എത്രയായിരിക്കും? 1/x-12 ആയിരിക്കും. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞത്? 8 ഡേയ്സ് എടുക്കുമെന്നാ പറഞ്ഞത്. ഇല്ലേ? ശരിയല്ലേ? അപ്പം ഇവരുടെ ഒരു ഡേയുടെ വർക്കാ പറഞ്ഞിരിക്കുന്നത്. അപ്പം 8 ഡേയുടെ വർക്കിനെ എന്താക്കണം? ഒരു ഡേയിലാക്കണം. മനസ്സിലായോ? അപ്പൊ ഇവരുടെ രണ്ടും ഒരു ഡേയിലുള്ള വർക്ക്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ, അതായത് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. വർക്ക് ഡൺ ബൈ both അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. വർക്ക് if they are working together they takes എത്രയാ? takes 8 days. ശരിയല്ലേ? days. അങ്ങനെയാണെങ്കിൽ work done by them
them together in one day എന്തായിരിക്കും? 1/8 ആയിരിക്കും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവര് ഒരു ഡേയില് ഇയാൾ എത്ര വർക്ക് ചെയ്തു? 1/x. ഒരു ഡേ ഇയാൾ എത്ര വർക്ക് ചെയ്തു? അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴല്ലേ 1/8 വരുന്നത്, അല്ലെ? അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇയാൾ 1/x വർക്ക് ചെയ്യുന്നു. ഇയാള് 1/x-12 വർക്ക് ചെയ്യുന്നു. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ അവർ രണ്ടുപേരും എന്താ ചെയ്ത 8 ഡേയ്സിൽ ഒരു വർക്ക് ആവും. ശരിയല്ലേ? 1/8 ആവും. ഇനി നമുക്ക് ചെയ്താൽ പോരെ? ഇനി നമുക്ക് x കിട്ടത്തില്ലേ? ഇല്ലേ? ശരിയല്ലേ? ഇനി നോക്കിയോ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം x-12 എന്നിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. x-12 പ്ലസ് എന്താ x ഡിവൈഡ് ബൈ എന്താ x into x-12 which will be equal to 1/8. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരുന്നത്? x plus x 2x divided by താഴെ x square minus 12x എന്ന് വരും. അതെന്താ? ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈസിക്കൽ എത്രയാ? 1/8 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇനി എന്ത് ചെയ്താൽ മതി? ഇവിടെ ഇനി നമുക്ക് ഇതിങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 8 into 2x minus 12 is equal to 1 into x square minus 12x ആണല്ലോ. അപ്പോൾ ഇത് 16x minus 12 into 8 എന്ന് പറയുമ്പോഴത്തേക്കും 16 ശിഷ്ടം 1 96 അല്ലേ? is equal to x square minus 12x. ഇനി ഓൾറെഡി ഈ x square പോസിറ്റീവ് ആയിട്ട് കിടക്കുന്നിടം അങ്ങ് നിർത്തുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? ഇവരെ രണ്ടുപേരെയും ഇങ്ങോട്ട് കൊണ്ടുവരിക. ഓക്കെ, അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ 0 ആവും. 0 is equal to x square minus 12x minus 16x plus 96 എന്ന് വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ x square minus 28x plus 96 എന്ന് വരുന്നു. അത് 0ക്ക് ഈക്വൽ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? x square minus 28x plus 96 is equal to എന്താ? 0. അങ്ങനെയാണെങ്കിൽ ഇവിടെ a എന്ന് പറയുന്നത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് a into c ആണ്. അത് എത്രയാ? 1 into 96 ആണ്. അങ്ങനെയാണെങ്കിൽ 96 എന്ന് വരും. സം എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ്, അത് b ആണ്. അത് എത്രയാണ്? -28 ആണ്. ഏത് രണ്ട് നമ്പർ കൂട്ടുമ്പോഴാണ് 96 ഇതും വരുന്നത്? ആറല്ലേ വരുന്നേ? 32 into 3 നോക്കിയാൽ പോരെ? നോക്കി, 32 into 3 ചെയ്ത് കഴിഞ്ഞാൽ 96 കിട്ടും. 32 plus 3 ചെയ്ത് കഴിഞ്ഞാൽ 20. അയ്യോ 3 ആയി. ഒരു സെക്കൻഡ്. 24 4 കിട്ടും. ശരിയാ. 24 72 96 കിട്ടും. അപ്പം ഡാഷ് ഇൻറ്റു ഡാഷ് ഈസ് ഈക്വൽ ടു 96 വരണം. ഡാഷ് പ്ലസ് ഡാഷ് ഈസ് ഈക്വൽ എത്രയാ? -28 വരണം. അപ്പൊ 24 4 ഇത് പോസിറ്റീവ് പറഞ്ഞാൽ നെഗറ്റീവ് വരണം. അപ്പൊ എന്ത് ചെയ്യണം? രണ്ടിനും എന്താ? നെഗറ്റീവ് കൊടുക്കണം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? x square minus 24x minus 4x plus 96 is equal to 0. ഇവിടുന്ന് x കോമൺ എടുത്തു കഴിഞ്ഞാൽ x minus 24. ഇവിടുന്ന് -4 കോമൺ എടുത്തു കഴിഞ്ഞാൽ x minus 24 is equal to 0. വീണ്ടും x minus 24 കോമൺ എടുക്കുന്നു. ബാക്കി എന്താ? x minus 4 is equal to 0. ഇവിടെ രണ്ടും പറ്റും. എന്താ? x minus 24 is equal to 0, x is equal to എത്രയാ? 24. x minus 4 is equal to 0, x is equal to എത്രയാ? 4 ആണോ? ആണ്. അതായത് x എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് വർക്ക് ചെയ്യുന്ന എത്ര വർക്ക് ചെയ്യുന്ന പറഞ്ഞേ? അപ്പൊ 24 എടുക്കാം. കാരണം ബിജോയ് വർക്ക് ചെയ്യുന്നതിനേക്കാൾ 12 ദിവസം കുറവ് എടുക്കുന്നതാണ്. അപ്പൊ ഓൾറെഡി ബിജോയ് 4 ദിവസം കൊണ്ട് വർക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. 4 - 12 ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇത് എടുക്കാം. അപ്പൊ ബിജോയ് എത്ര ദിവസം കൊണ്ട് വർക്ക് തീർക്കും? 24 ദിവസം കൊണ്ട് തീർക്കും. അപ്പൊ മറ്റേ പുള്ളിയോ? 24 - 12 എത്ര? 12 ദിവസം. അപ്പം ബിജോയുടെ ഡേയ്സ് എന്ന് പറയുമ്പോൾ 24, അമിത് എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാ? 24 - 12 is equal to 12. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ദേവനാരായണൊക്കെ ഓക്കെ ആണോ? Yes, sir. സന ഓക്കെ ആണോ? സന? Yes, sir. ഓക്കെ. നിരഞ്ജൻ? Yes, sir.